കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമിസ്റ്റർ BBAയുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ MCQ. അത് നമുക്ക് കുറച്ച് ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് കാണാണ്ട് പഠിക്കാം. അതായത് ജസ്റ്റ് പാസ്സാവണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇത് ഒന്ന് ട്രൈ ചെയ്താൽ മതി. അല്ലാത്തവർ ശരിക്കും അർത്ഥം അറിഞ്ഞ് തന്നെ പഠിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്നും കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റേതായ ഇതിൽ കണ്ടുപിടിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി IFRS ആർ ഇൻ ഫോഴ്സ് നൗ? ആസ് ഓഫ് നൗ എത്ര IFRS ആണുള്ളത്? ആ IFRSൽ എസ് എന്ന് പറയുന്നതിൽ തന്നെ ഉണ്ട് ആൻസർ. S6. അപ്പോൾ 65 എന്നുള്ള കണക്കിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും 36ഉം 6 അല്ലേ? അത് നോക്കണ്ട, 6 തുടങ്ങണ 65 അല്ലേ? അപ്പോൾ S6 65. അപ്പോൾ അതിൻ്റെ ഉത്തരം അങ്ങനെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസ് ആർ ആപ്ലിക്കബിൾ ടിൽ ഡേറ്റ്. ഇൻ്റർപ്രിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 28 എന്നൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ 28 ആൻസർ. അപ്പോൾ പ്രെട്ട് 28. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ട്രാൻസിഷൻ ഡേറ്റ് ഓഫ് IFRS ഇൻ ഇന്ത്യ? എപ്പോഴാണ് ആ ഡേറ്റ്? April 1, 2011. അത് ഫാൻസി നമ്പറാണ്, 1/2011 അല്ലേ? ഒരു ഫാൻസി നമ്പറായിട്ടാണ് 111. അപ്പോൾ അതൊന്ന് അങ്ങനെ ഫാൻസി നമ്പറായിട്ടുള്ള April 1, 2011 അത് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ IAS 1, presentation of financial statement, dash number of items would constitute complete set of financial statements. ഇതിൽ ആൻസർ വരുന്നത് 6 ആണ്. അതിലും SC തന്നെ ഉണ്ട്, S6. പക്ഷേ അറ്റ്ലീസ്റ്റ് 6 എന്നുള്ളതൊന്നും സെലക്ട് ചെയ്യരുത്, 6 മാത്രം. ഓക്കെ. ഇനി അടുത്തത്, ഗ്യാപ് സ്റ്റാൻഡ്സ് ഫോർ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇതൊരു കഥമാതിരി ആലോചിക്കുക. നമ്മളെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളായിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്തു, അങ്ങനെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ആ സ്ഥാനത്തിന് നിയോഗിച്ചു. അപ്പോൾ അതിന് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇനി 6th ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ഫിനാൻഷ്യൽ റിവ്യൂസ് എന്ന് പറഞ്ഞത് IFRSൻ്റെ സ്കോപ്പിൽ നിന്നും പുറത്തായതാണോ, ഔട്ട്സൈഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അതെ, നമ്മളെപ്പോഴും പരീക്ഷയ്ക്കൊന്നും പഠിക്കാണ്ടാവുമ്പോൾ നമ്മൾ ഔട്ട്സൈഡല്ലേ നിൽക്കുന്നത്. അപ്പോൾ യെസ്. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്തായിട്ട് നമ്മൾ നിൽക്കുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ആകും കഴിയുമ്പോൾ നമ്മൾ പുറത്തല്ലേ? യെസ്. ഇനി 7th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ദ ടൈം ബിറ്റ്വീൻ അക്വിസിഷൻ ഓഫ് ആസെറ്റ്സ് ഫോർ പ്രോസസ്സിങ് ആൻഡ് ദ റിയലൈസേഷൻ ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ്? ഇവിടെ ടൈം എന്ന് പറഞ്ഞൊരു സംഭവം തന്നിട്ടുണ്ട് അല്ലേ? ടൈം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അതായത് നമുക്ക് ടൈമിന് ഓപ്പറേഷൻ നടത്തണം, അല്ലെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ തന്നെ ഓപ്പറേറ്റിംഗ് ആണ്. എപ്പോഴാണ് നമ്മൾ ഓപ്പറേഷൻ ടൈം എന്നൊക്കെ പറയില്ലേ? അപ്പോൾ ടൈം, ഓപ്പറേറ്റിംഗ് സൈക്കിൾ, അത് രണ്ടും കണക്ട് ചെയ്ത് അത് കാണാപ്പാഠം പഠിക്കുക. ഇനി അടുത്തത് 8th one, വിച്ച് സെക്ഷൻസ് ഓഫ് ആൻ ആനുവൽ റിപ്പോർട്ട് ഡു IFRS അപ്ലൈ ടു? IFRS എന്ന് പറയുന്നത് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ? അത് വെരി ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി അടുത്ത 9th ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫോർമാറ്റ്സ് ആർ പെർമിറ്റഡ് ഫോർ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഐറ്റംസ് അണ്ടർ IND AS 1? ഈ IND AS എന്ന് പറഞ്ഞാൽ തന്നെ 2 വേർഡല്ലേ? അപ്പോൾ IND AS, അപ്പോൾ 2. ഓക്കെ. ഇനി അടുത്ത 10th ക്വസ്റ്റ്യൻ, വേർ ഷുഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് അപ്പിയർ ഇൻ ആൻ എൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം? എവിടെയാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഐറ്റം അപ്പിയർ ചെയ്യേണ്ടത്? ഒരു സ്ഥാപനത്തിൻ്റെ കോംപ്രിഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയാണ് അത് ഉണ്ടാവേണ്ടത്? എവിടെയുമില്ല, നോ വെയർ. പക്ഷെ നമുക്കതൊരു കാണാപ്പാഠം പഠിക്കാനായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഭയങ്കരമായിട്ട് ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾ അവരുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലൊക്കെ ചേർക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് നോ വെയർ, എവിടെയും ഇല്ല. ഇനി 11th ക്വസ്റ്റ്യൻ, വെൻ ഈസ് ഓഫ്സെറ്റിംഗ് പെർമിറ്റഡ് അണ്ടർ IND AS 1? എപ്പോഴാണ് ഓഫ്സെറ്റിംഗ് പെർമിറ്റ് ചെയ്തിട്ടുള്ളത്? ആ ആൻസറിൽ തന്നെ ഉണ്ട് പെർമിറ്റഡ് എന്ന്. വെൻ റിക്വയർഡ് ഓർ പെർമിറ്റഡ് അണ്ടർ ആൻ IFRS. അപ്പോൾ പെർമിറ്റഡ്. ഇനി 12th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ? ഏതിനല്ലാത്തത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതൊന്ന് കാണാപ്പാഠം പഠിക്കുക, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 13th one, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റിക്വയർമെൻറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ IND AS 1? ഏതാണ് റിക്വയർമെൻറ്റ് അല്ലാത്തത്? ആൻസർ ചെയർമാൻസ് കൊമൻട്രി ഓൺ പെർഫോമൻസ് ആണ്. അതൊരു കഥമാരി ആലോചിക്കും. ഒരു പരിപാടി ഉണ്ടാവുമ്പോൾ ചെയർമാൻ വന്നിട്ട് ഇങ്ങനെ മൈക്കും പിടിച്ചിട്ട് കൊമൻട്രി ചെയ്യാൻ നിൽക്കുമോ? ഒരു ആങ്കർമാരി നിൽക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. ചെയർമാനും ഒക്കെ വലിയ സ്ഥാനത്തിരിക്കല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒരു നോട്ട് റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ചെയർമാൻസ് കൊമൻട്രി ഓൺ പെർഫോമൻസ്, അതാണ് ആൻസർ. ഇനി 14th ക്വസ്റ്റ്യൻ, അണ്ടർ IND AS 1 ഹൗ ഓഫൺ ഷുഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബി പ്രിപ്പയർഡ്? എപ്പോഴാണ്? കൊല്ലത്തിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. കൊല്ലം എന്നുള്ളത് ആനുവലി. അപ്പോൾ ആൻസർ വരുന്നത് അറ്റ്ലീസ്റ്റ് ആനുവലി. ഇനി 15th ക്വസ്റ്റ്യന്, കറക്റ്റിംഗ് ദ റെക്കഗ്നീഷൻ, മെഷർമെൻറ്റ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് എമൗണ്ട്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് ഇഫ് എ പ്രയർ പീരിയഡ് എറർ ഹാഡ് നെവർ ഒക്കേർഡ്. ദിസ് ഈസ്
റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെൻറ്റ്? അതായത് ഒരു കണക്ക് തെറ്റിയത് തിരുത്തുകയും പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഡിസ്ക്ലോഷർ ചെയ്യുകയും ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ആ സംഭവത്തിനാണ് റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ആൻസർ കാണാണ്ട് പഠിക്കാനായിട്ട് റെട്രോസ്പെക്റ്റീവ് റിക്കഗ്നീഷൻ എന്നുള്ള വേർഡിൽ തന്നെ ഉണ്ട് RE. അപ്പോൾ റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെൻറ്റ്. അപ്പുറത്ത് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതല്ല തുടങ്ങുന്ന 2 വേർഡ്സാണ് ആൻസർ. ഇനി അടുത്തത് 16th ക്വസ്റ്റ്യൻ. അണ്ടർ ഇൻഡ് AS 16 ഹൗ ഓഫൺ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് എൻ അസെറ്റ് ഷുഡ് ബി റിവ്യൂഡ്? എത്ര നാളുകൊണ്ടാണ് ഈ അസെറ്റ് റിവ്യൂ ചെയ്യേണ്ടത്? എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ എൻഡിലാണ് റിവ്യൂ ചെയ്യേണ്ടത്. അത് ഒന്ന് അങ്ങനെ പഠിക്കുക. അല്ലെങ്കിൽ ഇയർ എൻഡായില്ലേ, ഇപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ ഈ ടൈമിലൊക്കെ അല്ലേ, ഡിസംബറിലല്ലേ ഇയർ എൻഡ് അല്ലേ, അപ്പോൾ അങ്ങനെ ഒരു ആൻസർ വരുന്നതിന് ഇയർ എൻഡ് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇനി 17th ക്വസ്റ്റ്യൻ. അണ്ടർ ഇൻഡ് AS 16 ഇഫ് എൻ അസെറ്റ് ഇസ് ഐഡൽ. എന്താണ് അസെറ്റ് ഐഡൽ ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷൻ കണ്ടിന്യൂസ്. ഐഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡൽ ആവാന്ന് പറഞ്ഞാൽ അലസമായി കിടക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഡിപ്രീസിയേഷൻ സംഭവിക്കും. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിടിവ് സംഭവിക്കും. അതതിൻ്റെ ആൻസർ ഡിപ്രീസിയേഷൻ. പക്ഷേ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാണ്ട് പഠിക്കണില്ല. ഐഡൽ എന്നുള്ളത് ഇഡ്ഡലി എന്ന് ആലോചിക്കാം. ഇഡ്ഡലിക്ക് എന്താ കൂടെ? ചട്നി അല്ലേ? ഇപ്പോൾ എല്ലാ ആൻസറിലും ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ തുടങ്ങുന്ന എന്തോ ആണ്. അപ്പോൾ ചട്നി എന്ന് പറയുമ്പോൾ C ആണ് അല്ലേ? അപ്പോൾ ഡിപ്രീസിയേഷൻ കണ്ടിന്യൂസ്, C ചട്നി. അപ്പോൾ ഇഡ്ഡലിയുടെ ചട്നി, അങ്ങനെ ആലോചിക്കാം. ഇനി വിച്ച് ഓഫ് ദീസ് ഇസ് എൻ അലവബിൾ കോസ്റ്റ് ഓഫ് എൻ അസെറ്റ് അണ്ടർ ഇൻഡ് AS 16? ഏതാണ് അലവബിൾ കോസ്റ്റ് ആയിട്ട് സംഭവിക്കുന്നത്? ഇനി 18ാമത്തത്. വിച്ച് ഓഫ് ദിസ് ഇസ് എൻ അലവബിൾ കോസ്റ്റ് ഓഫ് എൻ അസെറ്റ് അണ്ടർ ഇൻഡ് AS 16? ഏതാണ് അലൗ ചെയ്യുന്ന കോസ്റ്റ്? പ്രൊഫഷണൽ ഫീസ്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുക. പ്രൊഫഷണൽ ഫീസ് അതങ്ങനെ ഒന്ന് ആലോചിച്ച് പഠിക്കുക. ഇനി 19. വാട്ട് ഈസ് ദ നെറ്റ് എമൗണ്ട് ആൻ എൻറ്റിറ്റി എക്സ്പെക്ട്സ് ടു ഒബ്റ്റെയിൻ ഫോർ എൻ അസെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്? എന്താണ് ഒരു നെറ്റ് എമൗണ്ട് ഒരു സ്ഥാപനം എക്സ്പെക്റ്റ് ചെയ്യണത്, അതായത് പ്രതീക്ഷിക്കുന്നത് എന്തിൽ നിന്നും? ഒരു അസറ്റിൽ നിന്നും. എപ്പോൾ? യൂസ്ഫുൾ ലൈഫിൻ്റെ അവസാനം എക്സ്പെക്റ്റ് ചെയ്യുന്ന നെറ്റ് എമൗണ്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. റെസിഡ്വൽ വാല്യൂ ആണ് ആൻസർ. അതിന് പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. റെസിഡ്വൽ വാല്യൂ. ഇനി 20th ക്വസ്റ്റ്യന്. അണ്ടർ ഇൻഡ് AS 16 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അലവബിൾ ആസ് എ ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ഓഫ് എ മെഷീൻ? അലൗ ചെയ്യാത്ത സാധനം എന്താണ്? ഇനീഷ്യൽ ടെസ്റ്റ് ബാച്ചസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൊരു കടയിൽ പോയിട്ട് എന്താ പറയുക, അവിടുത്തെ എല്ലാ ബേക്കറി സാധനങ്ങളും ഒന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ ഈ ടെസ്റ്റ് ബാച്ചസ് എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഇനീഷ്യൽ ടെസ്റ്റ് ബാച്ചസ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ എമൗണ്ട് ആൻ അസെറ്റ് കുഡ് അച്ചീവ് ഇഫ് സോൾഡ് ബിറ്റ്വീൻ നോളജബിൾ വില്ലിംഗ് പാർട്ടീസ് ഇൻ ആൻ ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ? എന്ത് എമൗണ്ട് ആണ് ഒരു അസറ്റിന് നേടാൻ കഴിയുക അത് വിൽക്കുമ്പോൾ? എങ്ങനെ വിൽക്കുമ്പോൾ? അറിവോട് കൂടിയിട്ട്, അതേപോലെ തന്നെ തർക്കമില്ലാണ്ട്, അതിൻ്റെ മൂല്യം അറിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ഇടപാട് നടത്തുമ്പോൾ എന്താ സംഭവിക്കുക? എന്ത് എമൗണ്ടാണ് കിട്ടുക? ഫെയർ വാല്യൂ. അതായത് ഫെയർ ആയിട്ടുള്ളൊരു കച്ചവടമാണ് നടക്കുന്നത്. ഫെയർ വാല്യൂ, അങ്ങനെ ആലോചിക്കുക. ഇനി 22ാമത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കവേർഡ് ബൈ ഇൻഡ് AS 16? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇതിൽ ഏതാണ് ഇൻഡ് ASൽ കവർ ചെയ്യണത്? ഓഫീസ് ബിൽഡിംഗ് അല്ലേ? ഓഫീസിലാണ് ചെടി, പ്രോപ്പർട്ടി, എക്യുപ്മെൻറ്റ് എന്നൊക്കെ വിചാരിക്കുക. ഇവിടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചെടിയല്ല കേട്ടോ. പക്ഷേ അങ്ങനെ ആലോചിക്കുക. ചെടി, ഓഫീസ്, പ്ലാന്റ്, എക്യുപ്മെൻറ്റ്സ് എല്ലാം ഓഫീസിലല്ലേ? അപ്പോൾ അങ്ങനെ ആലോചിക്കുക. ഇനി 23. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്ലോഷേഴ്സ് ഇസ് നോട്ട് റിക്വയർഡ് വെൻ എൻ അസെറ്റ് ഇസ് റിവാല്യൂഡ്? ഏത് ഡിസ്ക്ലോഷറാണ് ആവശ്യമില്ലാത്തത് അസെറ്റ് റിവാല്യൂ ചെയ്യുമ്പോൾ? നെയിം ഓഫ് വാല്യൂവർ. അതിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക. നമ്മളിപ്പോൾ എക്സാം എഴുതുന്നുണ്ടല്ലോ. എക്സാം എഴുതുമ്പോൾ നമ്മുടെ പേര് എഴുതി വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നെയിം നമ്മൾ എഴുതുന്നില്ല. അപ്പോൾ നെയിം ഓഫ് ദ വാല്യൂ നോട്ട് റിക്വയർഡ്. അപ്പോൾ അതങ്ങനെ ചിന്തിക്കുക.